ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ബട്ടർ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഒരു 250 ഗ്രാം പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് കരിപ്പട്ടിയാണ്, ശർക്കരയല്ല. ശർക്കരയിലും നമുക്ക് ചെയ്യാം, ഷുഗറിലും നമുക്ക് ചെയ്യാം, പക്ഷെ ഞാൻ എടുത്തേക്കുന്നത് കരിപ്പട്ടിയാണ്. പിന്നീട് ഓയിൽ എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാംസ് ഓയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ വേണം. അതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പീനട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നല്ല ചൂടാണ്. തൊലിയൊക്കെ ഇങ്ങനെ ഇടാവും, ആ രീതിയിൽ വരണം. തൊലി ഇരുന്നാലും കുഴപ്പമില്ല. ഞാൻ തൊലി ഇളക്കാറില്ല, സാധാരണ തൊലി ഇളക്കാറില്ല. തൊലിയോടുകൂടി വെച്ച് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഇതൊന്ന് തണുക്കണം കേട്ടോ, ആറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. പിന്നിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ സ്കിന്ന് ഇളവിപ്പോകും. സ്കിന്ന് വേണമെന്നുള്ളവർക്ക് സ്കിൻ വെക്കാം, അല്ലെങ്കിൽ പിന്നെ സ്കിൻ എടുത്തിട്ട് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾ ഓയിലാണ് ഇട്ടേക്കുന്നത്. പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ അരച്ച് നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ ഒരു സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഒരു 50 ഗ്രാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ്. ഒരു കറി ഇല്ലെങ്കിൽ പീനട്ട് ബട്ടർ വെച്ച് കഴിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.